ജാതി നശിപ്പിക്കുവാൻ പ്രധാനപ്പെട്ട ഘടകം യുക്തി ചിന്തയാണെന്ന് പണ്ഡിതനായ വ്യക്തി നിർദ്ദേശിക്കാം. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമുക്ക് അംബേദ്കർ മെമ്മോറിയൽ അല്ലെങ്കിൽ ചർച്ചകൾ സെമിനാറുകളൊക്കെ നടക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക, അംബേദ്കറിന്റെ ഒരു പടം വയ്ക്കും, ഒരു നിലവിളക്ക് കൊളുത്തി വയ്ക്കും, ഹാരമിടും, പ്രാർത്ഥന വരും. അംബേദ്കർ വിരുദ്ധ പ്രവർത്തനമാണെന്ന് ഇത്. നമ്മുടെ രാഷ്ട്രം ഇന്ന് ജനാധിപത്യം അപകടനിലയിലാണെന്ന് ഞങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. അത് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നുണ്ട്, സമത്വം നിഷേധിക്കപ്പെടുന്നുണ്ട്, മാനവികപരമായി വിരുദ്ധമായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അംബേദ്കർ മുന്നോട്ട് വെച്ച രാഷ്ട്രത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനം നമ്മുടെ രാജ്യത്തിന് ഏറ്റവും തടസ്സമായിരിക്കുന്നത് ജാതി തന്നെ എന്നാണ്. എല്ലാവർക്കും സ്വാഗതം. ഈ സെമിനാർ എന്തുകൊണ്ട് സംഘടിപ്പിക്കപ്പെടുന്നു? നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എല്ലാവരുടെയും മനസ്സിലേക്കുള്ളതാണ്. അംബേദ്കർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എന്ന് പറഞ്ഞത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ മുദ്രാവാക്യം വന്ന് ലോകത്തെ മാറ്റിമറിച്ചു. പക്ഷെ ഇന്ത്യയിൽ എത്രത്തോളം അംബേദ്കർ മുന്നോട്ട് വെച്ച ഈ ആശയത്തിന് സ്വീകാര്യത ഉണ്ടായെന്ന് സ്വയം നമ്മളെല്ലാം പരിശോധിക്കാം. അതിന് സ്വീകാര്യത ഇല്ലാത്തതിൻ്റെ ഫലമാണ് ഇന്ന് ഒരു മതരാഷ്ട്രീയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഉള്ളത്. ഈ സെമിനാർ സംഘടിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്, നമ്മുടെ രാജ്യം ഒരു മതരാഷ്ട്രീയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അംബേദ്കറിന്റെ വായന പ്രധാനമാണെന്നും അംബേദ്കർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം പ്രധാനമാണെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷവും അംബേദ്കറിന്റെ ഓർമ്മ ദിനത്തിൽ ഡിസംബർ 6-ന് ഞങ്ങളുടെ നാസ്തിക് നേഷൻ സംഘടന ഒരു തെരുവിലെ ചർച്ച സംഘടിപ്പിച്ചിരുന്നു. 2020 മുതൽ ഇതിങ്ങനെ സംഘടിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ, വാസ്തവം പറഞ്ഞ ജനാധിപത്യത്തിന് വേണ്ടി തന്നെയാണ്. നമ്മുടെ രാഷ്ട്രം ഇന്ന് ജനാധിപത്യം അപകടനിലയിലാണെന്ന് ഞങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. അത് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നുണ്ട്, സമത്വം നിഷേധിക്കപ്പെടുന്നുണ്ട്, മാനവികപരമായി വിരുദ്ധമായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അംബേദ്കർ മുന്നോട്ട് വെച്ച രാഷ്ട്രത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനം നമ്മുടെ രാജ്യത്തിന് ഏറ്റവും തടസ്സമായിരിക്കുന്നത് ജാതി തന്നെ എന്നാണ്. ചുരുക്കിയാണ് പറയുന്നത്, ജാതി തന്നെ എന്നുള്ളപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാതി ജന്മം കൊണ്ട് തന്നെയാണെന്ന് അദ്ദേഹത്തിന്റെ പ്രമാണങ്ങളിൽ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ, അദ്ദേഹം പുസ്തകങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് മതത്തിലൂടെ ആണ്. അദ്ദേഹം മുന്നോട്ട് വെച്ചത്, നമ്മുടെ സമൂഹം മുന്നേറണമെങ്കിൽ ജാതിരഹിത സമൂഹത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നാണ്. അതാ ജാതി ജന്മം കൊണ്ടാണ്, അത് മതത്തിലൂടെയാണ്, അത് മതത്തിന്റെ ഉൽപ്പന്നമാണ്. മതം എന്ന് പറയുന്ന വിഷയം പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അകന്നാൽ മാത്രമേ ജാതിരഹിത സമൂഹം ഉണ്ടാവൂ എന്നും അതിലൂടെ മാത്രമേ ഇന്ത്യയിലെ ഒരു പുരോഗതി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അംബേദ്കർ മുന്നോട്ട് വെച്ച ആശയം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്തുകൊണ്ട് യൂറോപ്പിൽ സ്വീകരിച്ചു എന്നും യൂറോപ്പ് എന്തുകൊണ്ട് മുന്നേറി എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ 1936 ജാതി ഉന്മൂലനം എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗ രൂപത്തിലുള്ള പുസ്തകം മാത്രം വായിച്ചാൽ മതി നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം അതിൽ വളരെ കൃത്യമായി ജാതി എങ്ങനെയാണെന്നും ജാതിയിൽ നിന്നുള്ള മോചനം എങ്ങനെയാണെന്നും ആ പുസ്തകം നിങ്ങളെല്ലാം വായിക്കണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാനതിൽ വായിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ജാതിയിൽ നിന്നുള്ള മോചനം ഏറ്റവും പ്രധാനം മിശ്ര വിവാഹമാണെന്നാണ്. നമുക്ക് മനസ്സിലാകാം, കേരളീയ സമൂഹത്തിൽ മിശ്ര വിവാഹത്തിന് വളരെ സ്വീകാര്യത ഉണ്ടാകും. മിശ്ര വിവാഹ സംഘം എന്നുള്ള സംഘത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനൊക്കെ അതിൽ പ്രവർത്തിക്കുന്ന ആളാണ്. സഹോദരൻ അയ്യപ്പനൊക്കെ നേതൃത്വം കൊടുത്ത ആ കാലഘട്ടത്തിൽ മിശ്ര ഭോജനം എന്നുള്ള 100 വർഷത്തിന് മുമ്പെയാണ് അത് നടന്നിട്ടുള്ളത്. മിശ്ര ഭോജനം അംബേദ്കർ അതിലും കൂട്ടിച്ചേർത്തു. മിശ്ര ഭോജനം പോരാ. നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന വിവാഹങ്ങൾ, അതായത് വ്യക്തിപരമായുള്ള ഒരു ഏറ്റവും വലിയ കൂട്ടായ്മയാണ്.
നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ വിവാഹം 1000-ഓളം ആൾക്കാർ പങ്കെടുക്കും. നമ്മൾ ഈ സെമിനാറിന് വേണ്ടി എന്തുമാത്രം പ്രചാരണം നടത്തി, സോഷ്യൽ മീഡിയയിലും ആൾക്കാരെ കണ്ടു. നമുക്ക് പറഞ്ഞ 100 താഴെ. പക്ഷെ എൻ്റെ മോളുടെ കല്യാണം, എൻ്റെ മകന്റെ കല്യാണം ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി വിളിക്കുക, അറിയിക്കുക ചെയ്യാൻ 1000 പങ്കെടുക്കും. നമ്മുടെ സെറ്റിംഗ് ബോധം അങ്ങനെയാണ്. ആ വിവാഹ കൂട്ടം എന്ന് പറഞ്ഞാൽ ജാതി കൂട്ടം തന്നെയാണ്. നിങ്ങൾക്ക് പരിശോധിച്ച് അറിയാൻ പറ്റും. പക്ഷേ അവിടെ നമ്മുടെ സുഹൃത്തുക്കളും മറ്റു ആൾക്കാരും ആ കൂട്ടത്തിൽ വരും. മിശ്ര ഭോജനം നടക്കും. പക്ഷെ ജാതി നിലനിൽക്കുന്നത് സ്വജാതി വിഭാഗത്തിലൂടെ മാത്രമാണ്. അവിടെ ശ്രദ്ധയപ്പെടേണ്ടത് മിശ്ര ജാതി വിവാഹം നടന്നാൽ അടുത്ത തലമുറ ഒരു മതരഹിത സമൂഹമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അംബേദ്കർ അതിനെക്കുറിച്ച് വിശദമായി മിശ്ര വിവാഹത്തിന്റെ ആവശ്യത്തെക്കുറിച്ച് അംബേദ്കർ വളരെ ശുചിത്വമായി അതിൽ പറയുന്നുണ്ട്. മനസ്സിലാക്കേണ്ടതാണ്, വായിക്കേണ്ടതാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നടന്ന മിശ്ര വിവാഹ പ്രോത്സാഹനങ്ങളും മിശ്ര ഭോജനങ്ങളും അതോടൊപ്പം തന്നെ യുക്തിവാദി പ്രവർത്തനങ്ങളുമാണ് കേരളത്തിലെ മാറ്റങ്ങൾക്ക് തുടക്കമായത്. കേരളത്തിൽ മാറ്റങ്ങൾ തുടക്കമായത് വാസ്തവം പറഞ്ഞാൽ ഇത്തരം പ്രവർത്തനം തന്നെയാണ്, അല്ലാതെ വേറൊരു പ്രവർത്തനമല്ല. സഹോദരൻ അയ്യപ്പൻ നേതൃത്വത്തിലും MC ജോസഫിന്റെ നേതൃത്വത്തിലും ആധുനിക കാലത്ത് ഇടമറുകിന്റെ കാലഘട്ടത്തിലുണ്ടായ ആ പ്രവർത്തനം ജാതി നശീകരണത്തിലൂടെ യുക്തിചിന്തയുടെ പ്രവർത്തനത്തിലാണ് കൂടുതൽ പ്രായം കൊടുത്തത്. തൊട്ടടുത്ത് തമിഴ്നാട്ടിലേക്ക് പോയാൽ അവിടെയും ജാതി വിരുദ്ധ പ്രവർത്തനത്തിലാണ് ആ സമൂഹത്തിൽ മുന്നോട്ടായെന്ന് അറിയാൻ പറ്റും. അതായത് പെരിയോറിന്റെ നേതൃത്വത്തിലുണ്ടായ പ്രവർത്തനം. അതേ രീതിയിലാണ് ഇന്ത്യയിൽ അംബേദ്കർ നല്ല ഒരു ആധുനിക രാഷ്ട്രീയം മുന്നോട്ട് വെച്ചത്. അതിന് അദ്ദേഹം രൂപപ്പെട്ടിരുന്ന, അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന ആ കോൺഗ്രസ് പാർട്ടി പോലും ഒരു പിന്തുണ കൊടുത്തില്ല എന്ന് നമുക്ക് ചരിത്ര വായനയിൽ മനസ്സിലാക്കാൻ കഴിയും. അംബേദ്കർ പറഞ്ഞു, ജന്മം കൊണ്ടാണ് ജാതിയാണെങ്കിൽ ആ ജാതിയുടെ ഉത്ഭവം വേരെന്ന് പറയുന്നത് മതത്തിൽ നിന്നാണ്. അദ്ദേഹം മതത്തെക്കുറിച്ച്, ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ മതത്തെക്കുറിച്ചും വസ്തുനിഷ്ഠമായി പഠിക്കുകയും വിവരിക്കുകയും ഒക്കെ വ്യക്തിയാണ്. അതുപോലെ മതത്തെക്കുറിച്ച് പഠിച്ച വേറൊരു വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അദ്ദേഹം മതവിമർശനത്തില് തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ജാതിയിൽ കുളിച്ച് കിടക്കുന്ന ഒരു മതമാണ് ഹിന്ദുമതം. അത് നശിപ്പിക്കാതെ ഒരു നിവൃത്തിയുമില്ല. ജാതി നശിപ്പിക്കാൻ പറ്റില്ല. ഹിന്ദുമതത്തെ നശിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് വ്യക്തമാക്കിയിട്ടുണ്ട്, ഞാൻ ജന്മം കൊണ്ട് ഹിന്ദുവാണെങ്കിലും ഞാൻ ഒരിക്കലും ഹിന്ദുമതമായിട്ട് മരിക്കില്ല എന്നുള്ളതിനെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. മറ്റു മതങ്ങളെ അദ്ദേഹം പഠനവിധേയമാക്കൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധമായ ഒരു മതമാണെന്നും അതിൽ തുല്യത എന്ന് പറഞ്ഞ സ്ഥലം അടയാളപ്പെടുത്തിയിട്ടില്ല എന്നും അദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതുകയുണ്ടായി. പാകിസ്ഥാൻ അഥവാ വിഭജനം, ഇന്ത്യ വിഭജനം എന്നൊരു പുസ്തകം തന്നെ അദ്ദേഹം അതിലേക്ക് എഴുതുകയുണ്ട്. അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സിഖ് മതത്തെക്കുറിച്ചും ക്രിസ്തുമതത്തെക്കുറിച്ച് അതിന്റെ കാഴ്ചപ്പാടുണ്ട്. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മതമാണ് ക്രിസ്തുമതം എന്നും. പക്ഷേ ജാതി അവിടെ നശിക്കുന്നില്ല എന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അംബേദ്കർ മുന്നോട്ട് വെച്ച ഈ ആശയത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ജാതി വിരുദ്ധ പ്രവർത്തനം മാത്രമല്ല, മതത്തെയും ഹൃദയുന്ന പ്രവർത്തനത്തെ മനസ്സിലാക്കാൻ പറ്റും. മതത്തെ കൂട്ടുനിർത്താൻ പറ്റില്ല. അംബേദ്കറിന്റെ വിമർശനം പല രീതിയിലാണ്. നമുക്ക് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരെയും വിമർശിച്ചായി അദ്ദേഹത്തിന്റെ വായന മനസ്സിലാക്കാൻ പറ്റും. സമത്വത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചുള്ള വിശദീകരണത്തിലെ കമ്മ്യൂണിസ്റ്റ് ആശയവുമായി പുള്ളി വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ വായനയിൽ മനസ്സിലാക്കാൻ പറ്റും. അംബേദ്കർ മതത്തെക്കുറിച്ച് പഠിച്ചു പറഞ്ഞു. അംബേദ്കർ ഒരു മതം സ്വീകരിക്കപ്പെട്ടു. അദ്ദേഹം മരണപ്പെടുന്നതിന് 2 മാസം മുമ്പെയാണ് ബുദ്ധമതത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടത്. വളരെ പഠിച്ചിട്ടാണ്. ബുദ്ധമതം ഒരു നാസ്തിക മതമാണ്, ദൈവത്തെ മുന്നോട്ട് വയ്ക്കുന്നില്ല, അത് മാത്രമല്ല ധാർമ്മികത എന്ന് പറഞ്ഞ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നൊക്കെ ചേർന്നാണ് അംബേദ്കർ സ്വീകരിച്ച് മനസ്സിലാക്കുക. എന്റെ നിരീക്ഷണത്തില് അംബേദ്കർ കുറെ കാലം കൂടി ജീവിച്ചിരുന്നു എങ്കിൽ അദ്ദേഹം അതിൽ നിന്നും മോചിതയായി ഒരു സ്വതന്ത്ര ചിന്തകനായി വല്ലാത്തൊരു ഈ മതമോചകനായ ഒരു വ്യക്തിയായി മാറുമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മതം ഒരു അടിസ്ഥാന പ്രമാണമല്ലാത്ത രാഷ്ട്രങ്ങളില് അംബേദ്കർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എത്ര സന്തോഷപരമാണ് നടക്കുന്നത്. ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ മതം ഒരു പ്രധാനമല്ലാത്ത ഈ ഫിൻലാൻഡ്, നോർവേ അപ്പുറം രാഷ്ട്രങ്ങളിൽ മനുഷ്യൻ സന്തോഷമാണ്. അഥവാ ആ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലാണ് അംബേദ്കർ മുന്നോട്ട് വെച്ചത്. നമ്മുടെ രാഷ്ട്രത്തിൽ സ്വാതന്ത്ര്യം ജാതിയുടെ അടിസ്ഥാനം നിഷേധിക്കപ്പെടുന്നേ. മനുഷ്യന് അന്തസ്സായി ജീവിക്കാനുള്ള സമൂഹം നമ്മുടെ സമൂഹം രൂപപ്പെട്ടിട്ടില്ല. അതിന് കാരണം ഇതാണ്, ജാതിയാണ്. ജാതി എന്ന് പറയുന്നത് ഈ മതത്തിന്റെ സാധനമാണെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നശിപ്പിക്കപ്പെടണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയപരമായ മതവും രാഷ്ട്രീയവുമായ ബന്ധത്തെക്കുറിച്ച് ഡോക്ടർ അംബേദ്കർ വ്യക്തമായ രീതിയിൽ പലപ്പോഴും ഗാന്ധിയുമായി കലഹിച്ചിട്ടുണ്ട്. 1921
ഖിലാഫത്ത് പ്രസ്ഥാനം ഇവിടെ സജീവമാവുന്ന കാലഘട്ടത്തിൽ ഗാന്ധി ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി സമരങ്ങൾക്ക് വേണ്ടി നമ്മൾ കൂട്ടുപിടിക്കല്ലോ. ഈ രാഷ്ട്രീയ ഇലക്ഷന് വേണ്ടി ജാതി മതങ്ങളെ കൂട്ടുപിടിക്കുന്നത് പോലെ തന്നെയാണ് അത് മനസ്സിലാക്കാൻ പറ്റാം. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം പോരാടുന്നതിന് വേണ്ടി ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഉപയോഗിച്ചപ്പോൾ അംബേദ്കർ തികച്ചും വ്യത്യസ്തമായി അത് ഒരു മതപ്രവർത്തനമാണെന്ന് രേഖപ്പെടുത്തിയായിട്ട് വായനയിലെന്ന് മനസ്സിലാക്കാം. അതൊക്കെ വിമർശനമായിരിക്കാം, വായന മനസ്സിലാക്കാം. ഈ മലബാർ കലാപത്തെക്കുറിച്ച് നമ്മൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയാൽ കൊല്ലപ്പെട്ട ഹിന്ദുക്കളിൽ കൂടുതലും ദളിതരാണെന്നും കൂടി അടയാളപ്പെടുത്തുന്നുണ്ട്. അതും ചരിത്രപരമായ വിഷയമാണ്. എനിക്ക് കൂടുതൽ അറിയില്ല, അങ്ങനെയും വായനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കുക, അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചു, 2 മാസം കഴിയുമ്പോൾ അംബേദ്കർ മരണപ്പെടും എന്ന് പറഞ്ഞു. അംബേദ്കർ മനസ്സിലാക്കേണ്ട കേസ്, അംബേദ്കറിനെ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കേസ്, അംബേദ്കർ കൂടുതൽ ഊന്നൽ കൊടുത്തത് യുക്തി ചിന്തയ്ക്കാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അദ്ദേഹത്തിന്റെ ആ ജാതി ഉന്മൂലനം എന്ന പുസ്തകത്തിൽ തന്നെ അതിൽ കുറച്ച് വ്യക്തത കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഹിന്ദുവിനെ ഒരു ഹിന്ദു മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് യുക്തിചിന്ത സാധ്യമല്ല. അദ്ദേഹം അതിൽ പറയുന്ന ഒരു ഞാൻ വായിക്കാം. യുക്തിയുക്തമായി ചിന്തിക്കണമെന്നും യുക്തിക്ക് വിരുദ്ധമായി ജാതി ഉപേക്ഷിക്കണമെന്നും ഹിന്ദുക്കളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് പറ്റുമോ? അത് ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. ഒരു ഹിന്ദു സ്വന്തം യുക്തിയെ പിന്തുടരാവുന്ന വിധത്തിൽ സ്വതന്ത്രനാണോ? വളരെ ചോദ്യമാണ്. ഒരു ഹിന്ദു, അതായത് ഹിന്ദുവായി നിൽക്കുമ്പോൾ സ്വതന്ത്ര ചിന്ത സാധ്യമല്ല. ഏതൊരു ഹിന്ദുവും തന്റെ പെരുമാറ്റത്തിൽ നിർബന്ധമായും സ്വീകരിക്കേണ്ട 3 അനുശാസനങ്ങൾ മനു നിഷ്കർഷിച്ചുണ്ട്. ഇവിടെ യുക്തിക്ക് വഹിക്കാൻ ഒരു പങ്കുമില്ല. ഒരു ഹിന്ദു നിർബന്ധമായും വേദമോ സ്മൃതിയോ അല്ലെങ്കിൽ സദാചാരമോ പാലിക്കണം, മറ്റൊന്നും പിന്തുടരാൻ ഹിന്ദുവിനാവില്ല. വ്യക്തമായി അദ്ദേഹം നിരീക്ഷണം, അദ്ദേഹം വ്യക്തമായി പഠിച്ചാണ് ഇത് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് നമുക്ക് അദ്ദേഹത്തിന് അഭിപ്രായം എടുക്കാം. പക്ഷെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ, ഇത് സ്വതന്ത്രമായി നിരീക്ഷിക്കുമ്പോൾ ഒരു മതവിശ്വാസിക്കും യുക്തിചിന്ത, സ്വതന്ത്ര ചിന്ത സാധ്യമല്ല. പിന്നെയും അദ്ദേഹം വീണ്ടും രേഖപ്പെടുത്തുന്നുണ്ട് യുക്തിചിന്തയ്ക്ക് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി. യുക്തിചിന്തയും ധാർമ്മികതയും ഒരു പരിഷ്കർത്താവിന്റെ ആവനാഴികയിലെ ഏറ്റവും ശക്തമായ 2 ആയുധങ്ങളാണ്. ആളുകൾക്ക് തങ്ങളുടെ യുക്തിക്കനുസരിച്ച് കാര്യങ്ങൾ പരിഗണിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ജാതിയെ തകർക്കുക? ജാതി ധാർമ്മികതയ്ക്ക് അനുസരിച്ചിട്ടുള്ളതാണോ എന്ന് പരിഗണിക്കാൻ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ജാതി നശിപ്പിക്കാൻ പോകുന്നത്? ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു അംബേദ്കറിനെ എങ്ങനെ വായിക്കണമെന്ന്. അംബേദ്കറിന്റെ അടുത്ത് ഒരു ബുദ്ധന്റെ ഇതും വെച്ച് ബുദ്ധനെയും പൂജിക്കും. അതല്ല, യുക്തി ചിന്തയാണ് അംബേദ്കർ മുന്നോട്ട് വെച്ചത്. അദ്ദേഹം റാഷണലിസ്റ്റ് ആയിരുന്നു. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ സമൂഹം ഇന്നും അതില്ല. നമുക്ക് മതത്തിന് പകരം മത ആചാരങ്ങളും അതേ രീതിയിലുള്ള സിസ്റ്റങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ് പിന്തുടർന്നത്. അത് സമൂഹത്തിലെ പുരോഗതിയിലേക്ക് നയിക്കില്ല. അംബേദ്കർ മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ജനാധിപത്യം, മാനവികത ഇത് പഠനമെങ്കിൽ യുക്തി ചിന്തയ്ക്ക് മാത്രമേ സാധ്യമാകുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരം സെമിനാറുകളും സമ്മേളനങ്ങളും അംബേദ്കറുടെ വായനകളും കൊണ്ടുവരുന്നത്. ഈ സമ്മേളനത്തിൽ വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി.